നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരുടെയാ ആ കാറ്? അത് ധർമ്മൻ മാഷിന്റെ വീട്ടിലേക്ക് ഒരു ഫാമിലി വന്നതാ. അവിടെ കാറ് കേറില്ലല്ലോ. അമ്മാവൻ വന്നില്ലേ? ഇല്ല, അച്ഛൻ വരാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു. എന്താ അത്? ഞാൻ നോക്കാം ഹരിയേട്ടാ. എന്തൊരു ശബ്ദം കേട്ടെ? അറിയില്ല, ഞാൻ കേട്ടില്ല. ഇത് വീണതാ ഹരിയേട്ടാ. ഞാനൊന്ന് പഞ്ചായത്ത് ഓഫീസർ പോയിട്ട് വരാം. എന്റെ അമ്മേ, പെട്ടൂന്ന് കരുതിയതാ. വേഗം ഇറങ്ങ്. എടോ, ഞാൻ വിളിക്കാം, ഇറങ്ങ്, ചെല്ല്. കൊടുങ്കാറ്റും പേമാരി ഒഴിഞ്ഞു പോയതുപോലെ അല്ല സദാനന്ദേട്ടാ? നല്ലയുടെ കാര്യം അങ്ങനെ അവസാനിച്ചു. പക്ഷെ എനിക്കിപ്പോഴും ഇനി എന്താ സദാനന്ദേട്ട ഇത്ര ആലോചിക്കാനുള്ളത്? ഇത്രയും നല്ലൊരു കുടുംബം, ഒരു ദേവതയെ പോലെ നിങ്ങളുടെ മകളെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മ, പരമയോഗ്യനായ ഒരു മകൻ. അത് ദൈവം കൊണ്ടുവന്ന ഭാഗ്യമാണെന്ന് ചിന്തിക്കല്ലേ വേണ്ടത്. അങ്ങയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ പരസ്പരം കടക്കാരാകേണ്ട ആവശ്യമില്ല. ആദ്യമായി കണ്ട നിമിഷം തന്നെ അങ്ങയുടെ മകളോട് എനിക്കൊരു അടുപ്പം തോന്നിയത്. ഓരോ ദിവസം കഴിയുന്തോറും ദൈവം വിളിച്ച് അടുപ്പിച്ചതുപോലെ അത് കൂടിക്കൂടി വന്നു, ഇവിടം വരെ എത്തി. ഇനി നമ്മൾ ഒരു കുടുംബമാണ്. മോളെ, നീ ഭാഗ്യവതിയാണ്. അല്ലായിരുന്നെങ്കിൽ ഇവരിപ്പോ നിന്നെ തേടി വരില്ല. മോളെ, ഇങ്ങി വാ, അമ്മയുടെ അടുത്തിരിക്കെ. ചേച്ചി, അമ്പലത്തിൽ വെച്ച് ചേച്ചിയെ കണ്ട നിമിഷം മുതൽ അമ്മയുടെ വായിന്ന് ചേച്ചിയെ കുറിച്ചുള്ള പുകഴ്ത്തലുകളല്ലാതെ മറ്റൊന്നുമില്ല. എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയോ? അതില്ല. നീ നല്ല കാര്യങ്ങൾ ചെയ്യും, അപ്പൊ നിന്നെ കുറിച്ചും പറയാം. ഒരിക്കൽ ഞങ്ങൾ ഇവിടെ വന്നതാ. വളയിട്ട് എന്റെ മോളെ സ്വീകരിക്കാൻ വരെ ഞാൻ ഒരുങ്ങിയതാ. അന്നത് മുടങ്ങിപ്പോയി. ഇപ്പോ അങ്ങയുടെ അനുവാദത്തോടെ എനിക്ക് എന്റെ മോളെ സ്വീകരിക്കാം. ഇനിയിപ്പോ ഞാനെന്ത് പറയാന്? അപ്പോ പിന്നെ സദാനന്ദേട്ടന്റെ അനുമതിയായി. എന്നാ പിന്നെ ആ ചടങ്ങ് അങ്ങ് നടന്നോട്ടെ. നിമിഷം മുതൽ നീ എന്റെ മകളാ.
രഘുവേട്ടന്റെ ലീവ് ശരിയായാൽ ഉടൻ തന്നെ വരും. പെട്ടെന്ന് തന്നെ നിശ്ചയം നടത്തണം. ഇനി എനിക്ക് ഒരുപാട് കാത്തിരിക്കാൻ വയ്യ. എന്തെങ്കിലും ഒന്ന് പറയൂ സദാനന്ദേട്ടാ. എല്ലാം ദൈവത്തിന്റെ നിശ്ചയാന്നാ ഞാൻ കരുതുന്നത്. പുണ്യം ചെയ്തിട്ടുണ്ട് എന്റെ മോള്. അയ്യ സന്തോഷം താനേ. എന്താ ഇവന്റെ ഒരു കാര്യം, സന്തോഷം വന്ന അപ്പ ബഹളം ഉണ്ടാകും. ഈ തമിഴ്നാട്ടുകാരൊക്കെ ഇങ്ങനെയാണോ? നാളെ എന്റെ വീട്ടിലൊരു സർപ്പക്കളം നടക്കുന്നുണ്ട്. സുജാതയ്ക്കും കുടുംബത്തിനും ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൽ പങ്കെടുക്കാം. ഇവരൊക്കെ അവിടെ ഉണ്ടാവും. ഒരു സർപ്പദോഷത്തിന്റെ കാര്യം സംസാരിച്ചപ്പോ ക്ഷേത്രത്തിലെ തിരുമേനി എന്നോട് പറഞ്ഞിരുന്നു സർപ്പക്കളത്തിന്റെ കാര്യം. നാളെയല്ലേ? അതെ. ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. വരാൻ പറ്റും. ഞാനിതുവരെ സർപ്പക്കളം കണ്ടിട്ടില്ല. അത് കാണാനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് മാത്രമല്ല, സർപ്പദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർന്നില്ലെങ്കിൽ അമ്മ പിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. മനസ്സിലായി. ഇത് ദോഷം തീർക്കാനുള്ള മാർഗമൊന്നുമല്ല. നിത്യ അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്നെടുത്ത തീരുമാനമാണ് അല്ലേടാ? ഏട്ടൻ ഇപ്പൊ തന്നെ ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റാതായി. അല്ല, നളിനിയുടെ മോൻ ഇവിടെ നിന്നിരുന്നത് പോലെ നിന്നെ ഞാൻ ഇവിടെ നിർത്തി പോകേണ്ടി വരുമോ? അവന്റെ ഒരു നാണം കണ്ടോ? പാവമാണ് എന്റെ മകൻ. ചീത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല. അവന്റെ ജോലി കഴിഞ്ഞാൽ അവൻ വീടിനകത്ത് തന്നെ ഉണ്ടാവും. അമ്മയ്ക്ക് ഉറപ്പാ, ഒരു സങ്കടവും എന്റെ കുട്ടിക്കുണ്ടാവില്ല. ஐயா സർപ്പക്കളത്തേക്ക് പോണത് അന്ത പൊണ്ണെ പാക്കറതൊക്കെ തന്നെ. അമ്മ വളയിട്ടാലും വിവാഹം ഉറപ്പിച്ചാലും കെട്ടേണ്ടത് ഞാനാ. അവളുടെ സ്വഭാവം പരിപൂർണമായി അറിയാതെ ഞാനത് ചെയ്യില്ല. എന്നെ സ്വഭാവം നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ച് അറിയില്ല. ഇവളുമാര് ചിരിച്ചുകൊണ്ട് പറ്റിക്കും, കരഞ്ഞുകൊണ്ട് കള്ളം പറയും. എന്റെ ജീവിതത്തിലേക്ക് ഒരുത്തി വരണമെങ്കിൽ അവൾ എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം. നാളെ നീ നോക്കിക്കോ, അവളുടെ തനി സ്വഭാവം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.